പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മാർച്ച് 11 ബുധനാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇന്ന് കൃപാസ്ഥാനത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ,
മക്കളില്ലാത്തവരെ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ, അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു. ഭവനരഹിതർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള, വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ, മാതാവേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈസ്റ്റർ കഴിയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവർ, വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ, വീട് പരവാസത്തിൽ ആചരിക്കാൻ പോകുന്നവർ, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവർ, ലോൺ പാസ്സാകാത്തവർ, ലോൺ പ്രോസസ്സിലിരിക്കുന്നവർ, സിവിൽ നോട്ട് കുറവുള്ളവർ, പോയിൻ്റ് കുറവുള്ളവർ, ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയത്തിൽ ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മക്കളതെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ധൂർത്തപുത്രൻ്റെ പുനർവായനയാണ്. ഇന്നത്തെ ഈ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ ഒരു ട്രാജഡി നടക്കുന്നുണ്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അവൻ ദുരഭിമാനം പോലും ഇല്ലാതെ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ആ തിരിച്ചു വരവിൻ്റെ അകത്തും നമ്മളത് ശരിക്കും വായിച്ചാൽ ഒരു ശോകം ഉണ്ടതിൻ്റെ അകത്ത്. കാര്യം, ഇവൻ ഒത്തിരി കാര്യങ്ങൾ അപ്പനോട് പറയുന്നുണ്ട്. അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പനൊരു വാക്ക് അവനോട് പറയണില്ല. പശ്ചാത്താപത്തിൻ്റെ കുറേ നാളത്തേക്ക് നമുക്ക് ദൈവത്തിൽ നിന്നൊരു വാക്കൊന്നും കിട്ടിയെന്ന് വരികയില്ല. പ്രാർത്ഥിക്കാനുള്ള രൂപീയ പ്രാർത്ഥനയ്ക്ക് ഉത്തരവൊന്നും കിട്ടിയെന്ന് വരികയില്ല. അപ്പം നിങ്ങൾ ഓർക്കും, പശ്ചാത്തപിച്ചുകൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനം തോന്നിപ്പോകുന്ന കുറേ മാസങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഓർത്താൽ മതി. അത് അപ്പം മാത്രമുള്ള ആ ഒരു കാലഘട്ടത്തെ, ആ വന്ന മുഹൂർത്തത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് കരുതിയാൽ മതി. പിന്നീട് നീ പശ്ചാത്താപം ചെയ്ത് അത് റീഫണ്ടായി നിൻ്റെ വരവ് സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ പ്രഥമ ദൃഷ്ടിയാ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല. കാര്യങ്ങളൊക്കെ എല്ലാം നടക്കും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു വിഷയമാണ്. കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മൂത്ത മകനോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും, പക്ഷേ ഈ ധൂർത്തപുത്രനോട് ഒരു വാക്ക് പോലും അപ്പം പറയണില്ല. കെട്ടിപ്പിടിക്കുന്നുണ്ട്, അതവനെ ആശ്ലേഷിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്, മാല അവന് ചെരുപ്പ് കൊടുക്കുന്നുണ്ട്, അവരെ മകൻ്റെ റാങ്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ സംസാരിക്കത്തിൽ താമസിക്കും. ദൈവം അങ്ങനെയാണെന്ന് പറയാല്ല. ദൈവത്തെക്കുറിച്ച് പറയണ കഥയിൽ വന്നു പോയിട്ടുള്ള നിഴൽ രൂപങ്ങളാണ് ഇതൊക്കെ. സംസാരിക്കാത്ത മൂകനായ അപ്പൻ, അത് നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അത് പശ്ചാത്താപത്തിൻ്റെ കുറേ കാലങ്ങളിൽ ദൈവമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ്, ദൈവം ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ധരിക്കരുത്. അപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അവൻ്റെ പശ്ചാത്താപം സത്യസന്ധമാണ് ദൈവം തോന്നിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. മകൻ പറഞ്ഞു, മകൻ, ഇളയ മകൻ്റെ കാര്യം പറയാം. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു. ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ഇതാണ് സംഭവം. ഇതിനകത്ത് ഡയലോഗില്ല. ആർക്ക് ഡയലോഗില്ല? അപ്പൻ മൂത്ത മകനോട്
അപ്പൻ കമ്മ്യൂണിക്കേഷൻ ഇല്ല. നോക്കിയാൽ മതി. ഞാനിങ്ങനെ ഒത്തിരി ആൾക്കാരോട് കൗൺസിലിംഗ് ചെയ്യുമ്പോഴേ ചില ആൾക്കാർ എത്രയോ വർഷങ്ങൾ ധ്യാനിപ്പിക്കുന്നത്, എത്രയോ ആയിരങ്ങൾ ധ്യാനിപ്പിച്ചിട്ടുണ്ട്, എത്രയോ പേരുടെ മാനസാന്തര വേല എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കാര്യം സിറ്റുവേഷൻ കറക്റ്റാണത്. ആ മാനസാന്തരത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ കുറവായിരിക്കും, ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചിലപ്പോൾ മെയിൻ്റെനൻസ് നടക്കും, എല്ലാ കാര്യങ്ങളും നടന്നു പോകും. ഞാൻ കെട്ടിപ്പിടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അവന് മോതിരം കൊടുക്കുന്നുണ്ട്, അവന് ചെരുപ്പ് കൊടുക്കുന്നുണ്ട്, റാങ്കരെ കൊണ്ടുവന്നുണ്ട്, പക്ഷേ നോ ഡയലോഗ്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. പക്ഷേ നമ്മളെ ഈ ആൾക്കാരുടെ മാനസാന്തരത്തെ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് കുറേ നാളത്തേക്ക് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ സൈലൻ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഒരു ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് മാനസാന്തരപ്പെടുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. നമ്മളുടെ പാപത്തിന് പരിഹാരം ചെയ്തു, ആ ദൂതമ്പത്ത് പറഞ്ഞ പോലെ ആ റീഫണ്ട് ചെയ്തു, പശ്ചാത്താപം പ്രായശ്ചിത്തത്തോടെ പറഞ്ഞു തീർക്കാതെ അത് ചെയ്ത് തീർത്ത് വരുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഫുൾ സ്വിങ് ആയിട്ട് വരും. ആ സമയം മുതൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും, പിന്നെ ദൈവം നമ്മൾ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. ദൈവം ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. കാര്യം നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്തൊരു കുഴപ്പമുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ ദൈവം നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് തൻ്റെ ദാസനോട്, തൻ്റെ ഭക്തനോട്, തൻ്റെ വിശ്വാസിയോട്, മോശയോട് നമ്മൾ സ്നേഹിതരെപ്പോലെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അത് ആ ലെവലിലേക്ക് നമ്മൾ ദൈവത്തെ സ്നേഹിച്ച സത്യസന്ധമായിട്ട് ദൈവത്തിന് വേണ്ടിയാണ് സ്നേഹിക്കണമൊക്കെ ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, പിന്നെ വ്യക്തികളിലൂടെ, ഇൻസിഡൻസ് എന്നില്ലേ, നമ്മൾ ഇൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞാലും അതിലൂടെയും ദൈവത്തിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര രസമായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ദൈവമായിട്ട് ഈ ഒരു കാലത്ത് നല്ല റിലേഷൻസിലേക്ക് വരാൻ വേണ്ടി, നല്ല ഫുൾ സ്വിങ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ വേണ്ടി പ്രത്യേകം സത്യസന്ധമായി സുവിശേഷവിഹിതമായി സാക്ഷ്യത്തോടെ ദൈവത്തിന് വേണ്ടി, അല്ല ദൈവത്തിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടിയുള്ളതിനേക്കാളുപരി ദൈവത്തിന് വേണ്ടി. ദൈവത്തിന് ഭയങ്കര സങ്കടമായിരിക്കുമേ എപ്പോഴും. എന്ന് വെച്ചാൽ ഈ മനുഷ്യന്മാരെല്ലാം സ്നേഹിക്കണത് വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണ് ദൈവത്തിന് അറിയുക. അതാണ് ദൈവത്തിൻ്റെ സങ്കടമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ തന്നതും തരാത്തതും ഞാൻ അളന്നും തൂക്കി നോക്കാതെ എനിക്ക് നീയാണെന്ന് പറയത്തില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞൊരാളാണ് ഈ പത്രോസൊക്കെ ഈ ഹൃദയം തുറന്നാണ് ഈശോ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഹൃദയം തുറന്നാണ്. കാരണം അവരോടൊക്കെ ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള തുറവി, ദൈവത്തിൻ്റെ റിസർവ്ഡ്നെസ് പോകണമെന്നുണ്ടെങ്കിൽ ദൈവം ഇങ്ങനെ ഒരു റിസർവറിൽ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റിയ ആളല്ലാത്ത കൊണ്ടാണ്. അതാണ് വരുന്നതിന് വിഷയം അങ്ങനെ വരുന്നത്. അത് ഈ മുൻപ് കാലത്ത് ആ ഒരു അമിക്കബിലിറ്റി, അനുരഞ്ജനം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.